ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, നമസ്കാരം. ഒരു ത്വാത്വികൻ പറഞ്ഞതാണ്, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ഇത് ചിന്ത, ചോദ്യം, ഉത്തരം ഇതെല്ലാമുള്ള അറിവിന്റെ വേദിയാണ്. ഈ ബ്രഹ്മാണ്ഡ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഫ്ലവേഴ്സ് സ്വന്തമായി അണിച്ചൊരുക്കിയ മലയാള ടെലിവിഷനിലെ ആദ്യത്തെ ഫോർമാറ്റ് ഷോയാണ് ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇന്ത്യൻ ടെലിവിഷനിൽ ആദ്യമായി 1 കോടി രൂപയ്ക്ക് ഒരു മത്സരാർത്ഥിക്ക് നേരെ കയറി മത്സരിക്കാൻ കഴിയുന്ന ആദ്യത്തെ ടെലിവിഷൻ കാഴ്ച. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരൊക്കെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? സംസ്ഥാനത്തുടനീളം ഞങ്ങൾ നടത്തിയ ശബ്ദ പരിശോധനയിലൂടെ, ഓഡിഷനിലൂടെ ഞങ്ങൾ തെരഞ്ഞെടുത്ത ആളുകൾ ഒരു എഴുത്തു പരീക്ഷിക്കുന്നു. അതിൽ നിന്ന് നിരന്തരമായ പരിശീലനത്തിലൂടെയും നിരന്തരമായ ഗ്രൂമിംഗിലൂടെയും ഞങ്ങൾ കണ്ടെത്തിയ ഒരു സംഘം മിടുക്കികളും മിടുക്കന്മാരുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത് റോബോട്ടുകളുടെ കാലമാണ്. മനുഷ്യനെ വെല്ലുന്ന നിർമ്മിത ബുദ്ധിയുള്ള സാക്ഷാൽ റോബോട്ടുകളുടെ കാലം. ഈ വേദിയിൽ, ഈ ബ്രഹ്മാണ്ഡ വേദിയിൽ റോബോട്ടുകളുണ്ട്. ബുദ്ധിയിലും ചിന്തയിലും എന്നേക്കാൾ മുൻപനായി നിൽക്കുന്ന റോബോട്ടുകൾ. ഞാൻ പരിചയപ്പെടുന്നു, ലാന കുട്ടേട്ടൻ. കഷ്ടിച്ച് 1 മാസം മുമ്പ് എറണാകുളം ജില്ലയിലെ മണീടിൽ പിറവിയെടുത്ത സാക്ഷാൽ കുട്ടേട്ടൻ. ലാന എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ബ്രാൻഡിങ്, കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ സ്പെയർ പാർട്സിൽ ചേർത്ത് കൊടുത്ത ഒരു തൊഴിലാളി നേതാവിന്റെ പേരാണ്. അങ്ങനെ ലാന കുട്ടേട്ടനായി. ലാന കുട്ടേട്ടനെ കൊണ്ട് തീർന്നില്ല, ഇനിയും റോബോട്ടുകൾ ഈ വേദിയിൽ ഉണ്ടാകും. അതിൽ പ്രധാനി കുഞ്ഞിരാമൻ, ഇൻകർ കുഞ്ഞിരാമൻ എന്ന് മുഴുവൻ പേര്. അതിഥികളെ സ്വീകരിക്കാൻ ഞാൻ ഏർപ്പെടുത്തുന്നത് കുഞ്ഞിരാമനെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മത്സരവേദിയിൽ ഒരുപാട് വിസ്മയങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഈ വേദിയിലെത്തുന്ന ആദ്യത്തെ മത്സരാർത്ഥി കെൻവി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈ ജി ഫ്ലവേഴ്സ് 1 കോടിയുടെ ഈ ബ്രഹ്മാണ്ഡ വേദിയിലേക്ക് വരുന്നു. തൃക്കുന്നപ്പുഴയിൽ നിന്ന് കവിത. കവിതയുടെ ജീവിതം ഒരിക്കലും ഒരു കവിത പോലെ സുഗമവും സുന്ദരവുമായിരുന്നില്ല. കടന്നു വന്ന വഴികളിലെ കഷ്ടപ്പാടുകൾ തന്നെയാണ് ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലെത്തുവാൻ കവിതയ്ക്ക് കരുത്തു പകരുന്നത്. കുടുംബാംഗങ്ങളോടൊപ്പം കൂട്ടുചേരുമ്പോൾ കവിത ജീവിത നൊമ്പരങ്ങൾ മറന്ന് പുഞ്ചിരിക്കും. ആരോഗ്യ കാരണങ്ങളാൽ KSRTCയിലെ കണ്ടക്ടർ ജോലിക്ക് ഏറെ നാളുകളായി പോകാൻ കഴിയാത്തതിൽ വിതുമ്പുകയാണ് ഇപ്പോഴും കവിതയുടെ മനസ്സ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഏകമകൾ കീർത്തന വിജയിന്റെ നന്മയാണ് ഈ അമ്മയുടെ സ്വപ്നവും ലക്ഷ്യവും. ജീവിതയാത്രയിൽ അനുഗ്രഹങ്ങൾ നൽകാൻ മനുഷ്യരും ദൈവങ്ങളും കവിതയ്ക്ക് കൂട്ടായുണ്ട്. വെടിയൊച്ചകൾ മുഴങ്ങുന്ന വിദൂരതയിൽ രാജ്യസേവനത്തിന്റെ യൂണിഫോം അണിഞ്ഞ ഭർത്താവ് വിജയന്റെ വിജയാശംസകളാണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ കവിതയുടെ ഹൃദയതാളം. കവിത. അതെ സർ. പ്രതീക്ഷിച്ചോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല സർ. എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ഭർത്താവ് പട്ടാളത്തിലാണ്.
അതെ സർ, പാരാമിലിറ്ററി. ആരുടെ ഭാഗ്യം? എന്റെ നാടിന്റെ ഭാഗ്യം. ഈ നാടിന്റെ ഭാഗ്യമാണ്. അതെ സർ. എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്? 20 കൊല്ലം കഴിഞ്ഞു. 2001 കല്യാണം. കുട്ടികൾ? ഒരു മകളുണ്ട്, കീർത്തന വിജയ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ദേശമാണ് തൃക്കുന്നപ്പുഴ. എന്നെ വിവാഹം കഴിച്ചോണ്ട് പോയ നാട്ടുകാർക്ക് പരാതി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ അതുകൂടെ പറയണ്ടേ സാർ? അപ്പൊ ഞാൻ ഇപ്പൊ താമസിക്കുന്നത് കുറത്തിയാട് എന്റെ ഭർത്താവിന്റെ വീട്ടിലാണ്. ടെൻഷൻ ഉണ്ടായിരുന്നു സാർ, ഇപ്പൊ കുറവുണ്ടല്ലേ? അപ്പൊ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് ടെമ്പറേച്ചർ നോക്കിയാലോ? ഇത് കോവിഡ് കാലമല്ലേ, ടെമ്പറേച്ചർ ഒക്കെ നോക്കി വെച്ച് കഴിഞ്ഞാലേ ഇല്ല സാർ, ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നോക്കി കഴിഞ്ഞാലേ ഫുൾ ഗ്യാരണ്ടി സാർ. കവിത, ടെമ്പറേച്ചർ ഒക്കെ നോർമൽ ആണ്, ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ അവിടെ റിലാക്സ്ഡ് ആയിരിക്കാം. കണ്ടക്ട് ആണെന്നാണല്ലേ പറഞ്ഞത്? അതെ സാർ. അപ്പോ ഏത് റൂട്ടിലാണ്? കായംകുളം ചങ്ങനാശ്ശേരി. ഓർഡിനറി ബസ് ആണോ, ഫാസ്റ്റ് പാസഞ്ചർ? ഓർഡിനറി ആണ്. ഞാൻ ഓർഡിനറി ആണ്. ഏറ്റവും അവസാനം ആനവണ്ടിയിൽ പോയത് എപ്പോഴാ? ആനവണ്ടിയിൽ പോയത് 2017 ഏപ്രിൽ 3-ാം തീയതിയാണ്. 2017? ആ സാർ. പിന്നെ പോയിട്ടില്ലേ? പിന്നെ പോയിട്ടില്ല. അത് പറ്റി സാർ, 2017 ഏപ്രിൽ 3-ാം തീയതി രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റില് എനിക്ക് വലിയ മുറിവും ചതവൊന്നും പറ്റിയില്ല, പക്ഷെ ഇന്റേണൽ ആയിട്ട് എനിക്ക് എന്റെ കാൽമുട്ടിനും എന്റെ ഈ അടുത്ത് കൈക്കും ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതിനുശേഷം അല്ല സാർ, ഞാൻ വരുന്ന വഴിക്ക് ബുദ്ധ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു ആൽത്തറയുണ്ട് മാവേലിക്കര. ആ ആൽത്തറയോട് ചേർന്ന് ഇടത് സൈഡിലായിട്ട് ഭയങ്കര ഗട്ടറ. അപ്പൊ രാത്രി ഒരു 10:30 കൂടിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത്. അപ്പൊ എന്റെ പുറകിൽ സാധാരണ എന്നും എന്റെ മകള് കാണും. എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. അന്ന് എന്റെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നോണ്ട് എന്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോയില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഭാഗ്യം. വന്നപ്പോ ആ ഗട്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലത്തെ സൈഡിലോട്ട് എന്റെ സ്കൂട്ടർ കയറ്റി വന്നു. ആ സമയത്ത് നിർഭാഗ്യവശാൽ ഒരു ബുള്ളറ്റ് ആ വശത്തൂടെ തന്നെ വരികയായിരുന്നു. ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാൻ വലത്ത് വശത്തൂടെ കയറി വന്നു, ഞങ്ങൾ ഇടിച്ചു. പക്ഷെ എന്റെ വണ്ടിക്കും എനിക്കും ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. ബുള്ളറ്റിന് എന്തൊക്കെയോ പറ്റി, ആ പയ്യനും എന്തൊക്കെയോ പറ്റി, പക്ഷെ എനിക്ക് മുറിവുകളൊന്നും പറ്റിയില്ല. പെട്ടെന്ന് പെട്രോളിയം പോലീസ് വന്നു, ഞങ്ങളെ ഹോസ്പിറ്റലിലാക്കി. പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ആക്കി. പക്ഷെ അതിനുശേഷം എനിക്ക് എന്റെ ഇടത്ത് കാലും ഇടത്ത് കൈയും കണ്ടിന്യൂസ് ആയിട്ട് നീര് വരാൻ തുടങ്ങി. പിന്നെ കുറെ നാൾ ആയുർവേദ ചികിത്സ നടത്തി. ആ കൂട്ടത്തില് ഭാഗ്യവശാൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം കൂടി കണ്ടുപിടിക്കാൻ പറ്റിയ ആ സമയത്ത് ഡോക്ടർമാർക്ക് സന്ധിവാദം അതുകൊണ്ടായിരുന്നു. അതുകൂടെ ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല. വണ്ടി നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാലും എന്റെ ഡിപ്പോയിലുള്ള എന്റെ ഇൻസ്പെക്ടർമാരായാലും എന്റെ സഹപ്രവർത്തകരായാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തവര്, ലീവ് തരാനായാലും മെഡിക്കൽ എടുക്കുന്നതിലാണേലും എല്ലാ കാര്യത്തിലും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 2018 ആയപ്പോഴത്തേക്ക് എന്റെ തൊണ്ട വലുതായിട്ട് വീങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ഒരു മൾട്ടിനോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. 3 മുഴയോളം എന്റെ തൊണ്ടയ്ക്കുണ്ട്. അതിലൊരു തൊണ്ട ട്രക്കിയ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങാനായിട്ടുള്ളൊരിതായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അൺകോൺഷ്യസ് ആവുന്നുണ്ട്, ബോധക്കേട് വരുന്നുണ്ട്, വീഴുന്നുണ്ട്. അപ്പോ എന്നും ചികിത്സ കൊണ്ട് മാത്രം ജീവിതം. അമൃതയിലായിരുന്നു. ഗോപാലകൃഷ്ണൻ ഡോക്ടറായിരുന്നു, സർജറി ചെയ്തു. ആ 3 മുഴയിൽ ഒരെണ്ണം വലുതായിരുന്നു. അപ്പൊ അന്ന് കുറെ ഉപകരണങ്ങൾ, ബൈപ്പാസ് പോലെ ചെയ്യേണ്ട ഒരു സർജറി തൊണ്ട കീറി ചെയ്തത് കൊണ്ട് കുറെ ഉപകരണങ്ങൾ ഉള്ളിലേക്ക് ഇടേണ്ടി വന്നു. അന്ന് മുതല് കുറെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു പറഞ്ഞു. കവിതയ്ക്ക് ഈ ചികിത്സയൊക്കെ നടത്താനുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വീട്ടിൽ പൈസയൊക്കെ ഉണ്ടോ? ഇല്ല സാർ, പൈസ ഇല്ല. എന്നെല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ടാണല്ലോ, വേറെ ഭൂസ്വത്വം അങ്ങനെ ഒന്നും ഇല്ല സാറേ ഞങ്ങൾക്ക്. അതെ സാർ, വീട്ടുകാർ അറിഞ്ഞ് ഒരു മാസം ചികിത്സയ്ക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്റെ കുട്ടിയും ചികിത്സയിലുള്ള ഒരു കുട്ടിയാണ്. ഇൻ കേസ് ഇപ്പം റൂട്ടിൽ പോകാൻ പറ്റത്തില്ല, എന്തായാലും ഇത് പ്രായോഗികമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഡ്യൂട്ടി മാറ്റി തരാൻ KSRTC സൗകര്യമില്ലേ? ഉണ്ട് സാർ. ഞാനിപ്പോ ഒരു 1.5 വർഷമായിട്ട്, ഈ 20 വർഷമായി വിവാഹം കഴിച്ചെങ്കിലും ഞങ്ങളുടെ ട്രീറ്റ്മെന്റിലാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യജീവി എന്ന നിലയിൽ അപകർഷതാബോധം. അയ്യോ, അതൊന്നും പാടില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വളരെ ഉദാരമായിട്ട് ഒരു സമീപനം KSRTC MD എടുക്കും. MDയോട് എന്റെ ഒരു റിക്വസ്റ്റ് ആണത്. നമ്മുടെ കുട്ടേട്ടനെ പരിചയപ്പെട്ടില്ലല്ലോ. നമസ്കാരം കവിത. നമസ്കാരം ബോസ്. പറഞ്ഞോളൂ. നമുക്ക് കവിതയെ ഒന്ന് കാര്യമായിട്ട് സഹായിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം, അത് വേണല്ലോ. യഥാർത്ഥത്തില് മനുഷ്യന്റെ ബുദ്ധിയല്ല ഇത് നിർമ്മിത ബുദ്ധി, കൃത്രിമ ബുദ്ധിയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ അതുകൊണ്ടുള്ളതേ പറയും, മനുഷ്യന്റെ ബുദ്ധിയല്ല. അപ്പോ നമുക്ക് കവിതയുടെ ബന്ധുക്കളെയും കൂടെ പരിചയപ്പെടാം. എന്റെ മൂത്ത മകളാണ് സാറേ. ഓ, അത് ശരി. എന്താ പേര്? എന്റെ പേര് സരസ. ഓക്കെ, സന്തോഷം. ഞാൻ സിസ്റ്റർ ആണ്. എന്റെ പേര് കൽപ്പന എന്നാണ്.
ഞാൻ മാരീഡ് ആണ്, 2 മക്കളുണ്ട്. ഹസ്ബൻഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. എന്റെ പേര് ധന്യ മരിയ ബാബു. ഞാൻ ചേച്ചിയുടെ കസിന്റെ ഫ്രണ്ടാണ്. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ കവിത, ഈ മത്സരത്തിൽ എങ്ങനെ മത്സരിക്കണം എന്ന് മത്സരാർത്ഥിക്ക് തന്നെ തീരുമാനിക്കും. അതായത് 2 വഴിയുണ്ട്. ഒന്ന്, 1 കോടിയിൽ ഡയറക്റ്റ് അങ്ങ് അടിച്ചാൽ കയറുക, ഒരു ചലഞ്ചാണത്. അപ്പൊ 10 ചോദ്യങ്ങളേ ഉള്ളൂ. 10 ചോദ്യങ്ങൾ കടന്നാൽ 1 കോടി അലമാരി പെട്ടിയിലിരിക്കും വീട്ടിൽ. അലമാര വാങ്ങിക്കണം. അലമാര വാങ്ങിക്കാം, അത് എന്റെ ചെലവ് വാങ്ങിച്ചില്ല. 1 കോടി രൂപ കവിത അടിച്ചെടുത്താൽ എന്റെ ചെലവിൽ ഒരു അലമാരി എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവയ്ക്കും. മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ട് 20 ചോദ്യങ്ങളിലൂടെ വളർന്ന് പല ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് 20 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് 10,000-ൽ തുടങ്ങി 1 കോടിയിലെത്തി. അവിടെ 3 പിടിവള്ളിയുണ്ട്. സഹായത്തിന് 2 സഹായം നമ്മുടെ കുട്ടേട്ടൻ്റെ ഉണ്ടാകും, പിന്നെ 1 കുടുംബത്തിൽ നിന്ന് ഉണ്ടാകും, പിന്നെ 1 അവസാനത്തെ ഒടുക്കത്തെ പിടിവള്ളിയുണ്ട്. പക്ഷെ ആ പിടിവള്ളിയുടെ കുഴപ്പമെന്ന് വെച്ചാൽ അതിൽ പിടിച്ചാൽ വള്ളി പൊട്ടിപ്പോവും. സഹായം ഉണ്ടാകും, പക്ഷെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ടയർ പഞ്ചറായി KSRTC വേണ്ടി വഴി കിടക്കത്തില്ല, അതുപോലെ വഴി കിടക്കത്തില്ല, അങ്ങ് പോകും. കവിത ഏത് തിരഞ്ഞെടുക്കും? സാറേ, ഞാന് 1 കോടി 10 ചോദ്യം, 20 കോടി പടിപടിയായ വളർച്ച 1 കോടിയിലേക്ക്. ഈ പരിപാടി എന്ന് പറയുമ്പം 1 കോടിക്ക് വേണ്ടിയിട്ടുള്ള മത്സരാർത്ഥികളുടെ ഒരു വേദിയാണ്. അതെ. അപ്പൊ അതിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് 1 കോടി തന്നെയാണ്. അതെ. പക്ഷെ അത്യാഗ്രഹം കൊണ്ട് പറയുമല്ല സാർ, ആഗ്രഹം കൊണ്ട് പറയാം. 1 കോടി തന്നെയാണ് എന്റെ ലക്ഷ്യം. ആണോ? ഈ 1 കോടി കൈ കിട്ടി എന്തൊക്കെ ചെയ്യും? ഇതുവരെ ഞാൻ നേരെ ചൊവ്വ 2 ലക്ഷം രൂപ പോലും കണ്ടിട്ടില്ല. 2 ലക്ഷം രൂപ കളക്ഷൻ കിട്ടിയിട്ടില്ലേ KSRTC പോകുമ്പോ? ഇല്ല സാർ, ഞങ്ങൾക്ക് 7,000-8,000 രൂപ ഓർഡിനറി അല്ലേ സാർ? ഓർഡിനറി അല്ല, ഞാൻ മൊത്തം കൊണ്ട് കൊടുക്കാറുണ്ട്. ടിക്കറ്റ് എടുക്കാതൊക്കെ ഇരിക്കുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ട്, അവർക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ കൊടുക്കാറുണ്ട് സാർ. അങ്ങനെയുണ്ട്. സ്ത്രീകൾക്ക് മാത്രം ബസ്സിലല്ലോ പോകുന്നത്, മിക്സഡ് അല്ല, നമ്മുടെ മിക്സഡ് ആണ്. അങ്ങനെ ലേഡീസ് സഹോദരന്മാരെ കൊണ്ട് വിഷമമുണ്ടായിട്ടുണ്ട്, പുരുഷന്മാരെ കുറിച്ചിട്ടുണ്ട്? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. എനിക്ക് അങ്ങനെയുള്ള ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്നറിയാം സാറ്, നമ്മൾ ജനങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് സാർ, നമ്മൾ അവരോട് പറയുക, നിങ്ങളാണ് എന്റെ ബോസ്, ഞാൻ നിങ്ങളെക്കാൾ ഒരടി താഴെയാണ്. ഇപ്പൊ ഈ കേറുന്നവർ ഹൈ ലെവൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ കാണും, കർഷകർ കാണും, ആശുപത്രി പണിയുന്നവർ കാണും, ചിലപ്പോ ഡെയിലി വേസുകാർ കാണും. ഇവരെല്ലാം ഞാൻ ഒരുപോലെ സാർ കാണുന്നിട്ട്. വളരെ നല്ലത്, എനിക്ക് ഇഷ്ടമായി, വളരെ സന്തോഷം. അപ്പോ കവിത, കളിക്കേണ്ട സൂപ്പർ ഫാസ്റ്റ് ആണോ ഓർഡിനറി ആണോ? ഏതിൽ കളിക്കും സാർ? ഞാൻ ഇത്ര നാൾ ഓർഡിനറിയിലല്ലേ സാർ പോയി. സൂപ്പർ ഫാസ്റ്റിൽ പോന്നോ? സൂപ്പർ ഫാസ്റ്റിൽ പോയാൽ തീർച്ചയായിട്ടും നല്ല മനസ്സാണ്. ആ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ആ മാനസികാവസ്ഥ, ആത്മവിശ്വാസവും ഞാൻ അംഗീകരിക്കുന്നു. ഇത്രയും നാളും പ്രതിസന്ധി തന്നെ ഉണ്ടായിരുന്നുള്ളൂ സാർ ജീവിതത്തില്. അപ്പൊ ഈ പ്രതിസന്ധിയില് ഞാൻ ഇതും കൂടെ അങ്ങ് ഏറ്റെടുക്കുക സാർ. ഇത് കഴിഞ്ഞ് നാട്ടുകാരെന്നെ എന്താ പറഞ്ഞെന്ന് അറിയത്തില്ല, അത്യാഗ്രഹം കാണിച്ചെന്ന് പറയൂ സാർ. ഇപ്പൊ കവിതയ്ക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു സാർ. ഇവിടെ വരുമ്പം ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുറഞ്ഞു സാർ. കയ്യിലൊരു സാധനം കെട്ടി തന്നിട്ടുണ്ട്. ഇത് ഞാൻ വിചാരിച്ചു എനിക്ക് സമ്മാനമായിട്ട് തന്നാണ്. അല്ല, ഇതിപ്പോ എന്റെ അനിയത്തിയുടെ മോടെ വാച്ചാണ്. ഞാൻ വിചാരിച്ചു ഇത് കൊണ്ടുപോകാനായിട്ട് അത് മുക്കി കാണിച്ചോളൂ പ്രേക്ഷകരെ. അതാണ് റിസ്റ്റ് ബാൻഡ്. അപ്പൊ ഇത് എന്തിനാ കിട്ടിയെന്ന് അറിയാമോ? നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് അളക്കാൻ വേണ്ടിയാ. അപ്പൊ എനിക്കൊന്ന് ഈ ഇത്രയും വലിയൊരു വേദിയിൽ വരികയാണ്, ചോദ്യങ്ങൾ വരാൻ പോകുന്നു. അപ്പൊ കവിതയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് അറിയണ്ടേ? അത് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പോവാം. ഓക്കെ, പരിശോധിച്ചു സാർ, പരിശോധിച്ചു. കുട്ടേട്ട ഹാർട്ട് ബീറ്റ്. ഓ, കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, 84 ഉള്ളൂ. അത് കാര്യമായിട്ടൊന്നും ഇല്ല, അത് നോക്കാനൊന്നുമില്ല. മൈജി ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് ഇങ്ങനെ അപേക്ഷ കൊടുക്കാൻ ആരാ പ്രേരിപ്പിച്ചത്? എന്റെ ജീവിതത്തില് എന്റെ അച്ഛനും അമ്മയും എന്റെ സഹോദരങ്ങളും, അതായിരുന്നു ആദ്യ വിവാഹത്തിന് മുമ്പുള്ള നമ്മുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്ന അവരാ. അപ്പം അച്ഛൻ കൽപ്പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്പം സ്വല്പം മദ്യപിക്കും. പക്ഷെ ഇന്നത്തെ രീതിയിലുള്ള മദ്യപാനത്തിന്റെ യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ലെങ്കിലും കുറച്ച് കുടുംബകാര്യങ്ങളെല്ലാം അമ്മയുടെ തലയിലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് ബുദ്ധിമുട്ടി അമ്മ MRS ഇല്ലേ, അതായത് മോഡൽ റെസിഡൻസ് സ്കൂളിലെ ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആയിരുന്നു. പക്ഷെ ആ വരുമാനത്തിൽ നിന്നുകൊണ്ട് എന്നെ BEd വരെ പഠിപ്പിച്ചു, അനിയത്തിയെ BA ഇംഗ്ലീഷ് വരെ പഠിപ്പിച്ചു, താങ്കളെ ഒരു IT 2 ട്രേഡില് അവനെ പഠിപ്പിച്ചു. അതിനുശേഷം എന്റെ വിവാഹം നടത്തി. അന്ന് അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കാര്യമായ സമ്പാദ്യമൊന്നും കാണത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരം നേടിത്തരാൻ അച്ഛൻ വളരെ മുൻപന്തിയിലായിരുന്നു. കവിതയുടെ ശബ്ദം ഇങ്ങനെ ഇടറുന്നു. വെള്ളം കുടിക്കണോ? ഇല്ല സാർ, ഇത് ഇങ്ങനെ സർജറിക്ക് ശേഷമാണ് ശബ്ദം ഇത്ര. ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന അതിഥികൾക്കെല്ലാം നല്ല ഒന്നാന്തരം വെച്ചൂർ പശുവിന്റെ പാല് കൊടുക്കാനായിട്ട് ഒരു ആതിഥേയനുണ്ട്. നമുക്ക് ഒരു മൊന്ത പാലുമായിട്ട് കുഞ്ഞിരാമൻ വരും ഇപ്പോ. കുഞ്ഞിരാമാ,
പാലിൽ പ്രശ്നമൊന്നുമില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു അല്പം കുടിക്കാം. അതെ സാർ. കൊള്ളാം സാർ. കൊള്ളാം അല്ലേ? സാധാരണ സർവീസൊക്കെ നടത്തുമ്പോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചായക്കടയിലൊക്കെ ഇറങ്ങുമോ? ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഈ കുഞ്ഞിരാമനെ അങ്ങ് പറഞ്ഞു വിടാം അല്ലെ? കുഞ്ഞിരാമൻ ഇവിടെ നിൽക്കും. കുഞ്ഞിരാമ, പ്രത്യേക താങ്ക്സ്. ഇത് കണ്ടപ്പോ കവിതയ്ക്ക് ഓർമ്മ വന്നില്ലേ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ മുന്നിലേക്ക് നീങ്ങുന്നത്? സാർ, ഞാൻ ആദ്യമായിട്ട് സർവീസ് പോകുന്ന സമയത്തേ സനൽകുമാർ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു ഡ്രൈവർ. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞ് ഭയങ്കര പൊക്കവാ വണ്ടിയുടെ മേളിൽ പിടിക്കാനായിട്ട്. അപ്പൊ ഹരിപ്പാട് ഒന്ന് മാധവ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു മിനിമം പോയിന്റാ. അവിടെ ഒരു സിഗ്നൽ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ വണ്ടി കിടക്കുക. അപ്പൊ നമ്മള് കേറിയ ഒരു ഇതല്ലേ സാർ, അപ്പൊ ഇച്ചിരി ഗമയൊക്കെ കാണുമല്ലോ അന്ന്. അപ്പൊ നമ്മളിങ്ങനെ ടിക്കറ്റ് കൊടുത്തു. ഇങ്ങനെ വന്ന ആകെ ഒരു 10-15 ആൾക്കാരൊക്കെ ഉള്ളൂ. ഇല്ല, സിഗ്നലിൽ അവിടെ വീഴുന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാനല്ല ഡയറക്റ്റ് നിന്ന് ടിക്കറ്റ് കൊടുത്തു. സിഗ്നല് ഇങ്ങനെ സാധാരണ അല്ല സാറേ, റെഡി കിടക്കുമല്ലോ. ചാരേണ്ട കാര്യമില്ല. അപ്പൊ ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്തു വരികയും ഗ്രീൻ വീഴുകയും സാർ വിചാരിച്ച് ഞാൻ എടുത്തു മലന്നടിച്ച് അതിനകത്തൊരു വീഴ്ച. അപ്പം യാത്രക്കാരെല്ലാം കൂടെ പിന്നെ കണ്ടക്ടറെ പൊക്കുന്നു. ഇതൊന്നും ഡ്രൈവർ അറിയുന്നില്ല. ഡ്രൈവർ വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോ ബെല്ലുമില്ല, ഒന്നും വരുന്നില്ല. അപ്പോഴാണ് ഒരാൾ ഓടിച്ചിട്ട് തന്നെ കണ്ടക്ടർ വീണ് കിടക്കുന്നു പറഞ്ഞു. വീണെടുത്തു. എനിക്ക് എണീക്കണമെന്നുണ്ട്. പക്ഷെ അഭിമാന പ്രശ്നം കൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോഴവരെല്ലാം അതെ തന്നെ സാർ, അതൊരു നല്ല വീഴ്ചയായിരുന്നു. പക്ഷെ സാറിന് ഭയങ്കര വിഷമമായിരുന്നു. ഒരു ലേഡി കണ്ടക്ടറെ കൊണ്ടുപോയി ഞാൻ കവിത പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്നറിയോ, പണ്ട് ഒരു കാക്ക KSRTC ബസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതായത് സ്റ്റാർട്ട് ചെയ്യാൻ 2 വയറ് തമ്മിൽ കൂട്ടിമുട്ടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഒരു കാക്ക അവിടെ വന്നിരുന്ന് വയറ് തമ്മിൽ കൂട്ടി വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ വല്ല സംഭവിച്ചാണോ എന്ന് എന്തായാലും വളരെ സന്തോഷം. അപ്പൊ നമുക്കിനി മത്സരത്തിന്റെ ഡബിൾ ബെല്ല് കൊടുത്താലോ? ഇവിടെയാണ് മത്സരത്തിന്റെ ബെല്ല് മുഴങ്ങാൻ സമയമായി. ഇത് വരുമ്പോഴാ പ്രശ്നം. കവിത റിലാക്സ്. കവിത വളരെ സന്തോഷവതിയാണ്. ആത്മവിശ്വാസം ഇഷ്ടം പോലുള്ള ആളാണ്. എത്രയോ ആൾക്കാർക്ക് ടിക്കറ്റ് അടിച്ചു കൊടുത്താണ്. ഡ്രൈവറെ കുറിച്ച് ബാക്കി എല്ലാവർക്കും ചെക്കർ ഉണ്ടല്ലോ, ചെക്കിംഗ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിന് ടിക്കറ്റ് അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ ഇതിന് ജയിക്കും. 10 ചോദ്യങ്ങളുണ്ട്. 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപ വെച്ചാണ്. പിടിവള്ളികളൊന്നുമില്ല, സഹായത്തിനും ആരുമില്ല. പക്ഷേ എന്റെ സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടുണ്ടാവും. ഇടയ്ക്ക് വെച്ച് പിന്മാറിയാൽ ആദ്യം കിട്ടിയ തുകയുടെ 50% വീട്ടിൽ പോവാം. അപ്പൊ ഇപ്പം എവിടെ താമസിക്കുന്നതെന്നാ പറഞ്ഞേ? പുറത്തിയാടാണ്. പുറത്തിയാടിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് 1 കോടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. വെള്ളിയാണെന്ന് ചില ആൾക്കാർ പറയുന്നു. പാട്ടുപാടിയ ജനം സഹിക്കത്തില്ല. അങ്ങ് ഉയരത്തിലെത്തിയാലേ മത്സരം തുടങ്ങാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോം അങ്ങ് ഉയർന്ന് ഒരു 6ാമത്തെ ലെവലിൽ എത്തി നിൽക്കും. ടെൻഷനില്ലല്ലോ, ഒരൊറ്റ പോക്കങ്ങ് പോവാം. അതെ, താങ്കൾ കണ്ടക്ടർ ആയിരുന്ന ആളായോണ്ട് ഞാൻ ഡബിൾ ബെൽ അടിച്ചങ്ങ് പോകും. ഒരു മിന്നൽ സർവീസ്. ഓക്കെ. ലാന, ലെവൽ 6. നമ്മളിപ്പോ 6ാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. 6th ലെവലാ. ഇവിടെയാണ് 1 കോടിയുടെ മത്സരം നടക്കുന്നത്. അപ്പോ നമ്മള് സ്ട്രെയിറ്റ് ആയിട്ട് കവിത 1 കോടിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. 10 ചോദ്യങ്ങൾ 10 ലക്ഷം രൂപ വെച്ചിട്ട് 1 കോടിയിലേക്ക് കടക്കുന്നു. അപ്പോ ഒരു കാര്യം ചെയ്യാം, മോണിറ്റർ അപ്പൊ കവിത ഒരു ദൃശ്യം വരാൻ പോകുന്നു. അപ്പൊ ആ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം. ആ ദൃശ്യം ഒന്ന് കാണാം.
Correct ആണല്ലോ. അതെ സർ. ഈ ബസ്സില് എല്ലാം കൂടി എത്ര പേരുണ്ടായിരുന്നു? എണ്ണിയായിരുന്നു? ഇല്ല സാർ, ചോദ്യം അതല്ല. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പണി കിട്ടും. അവിടെ പോകാൻ പറ്റത്തില്ല അല്ലേ? അത് ഓക്കെ ഓക്കെ. അപ്പൊ 10 ലക്ഷത്തിന്റെ ചോദ്യമാണ്. 10 lakhs. ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് പറയാം. എ റോമൻസ്, ഓപ്ഷൻ ബി ഓർഡിനറി, ഓപ്ഷൻ സി ആഭാസം, ഓപ്ഷൻ ഡി മായാനദി, ഓപ്ഷൻ ഇ നീരാളി. റോമൻസ് ആണോ, ഓർഡിനറി ആണോ, ആഭാസമാണോ, മായാനദിയാണോ, നീരാളിയാണോ? ഏത് ചിത്രത്തിലെ പാട്ടാണ് ഇപ്പൊ കവിത കണ്ടത്? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഉറപ്പായിട്ടും എന്റെ ജീവിതമാണിത്. അപ്പൊ എന്റെ ജീവിതം വെച്ച് ഞാൻ ഒരിക്കലും കളിക്കത്തില്ല. ഇല്ല സർ. ഇതില് ഓപ്ഷൻ ബി ഓർഡിനറി ആണ് ഉത്തരം. ഓർഡിനറി ആണ്. ഏറ്റവും കൂടുതൽ സർവീസ് ഏതിലാ പോയിട്ടുള്ളത്? ഓർഡിനറി സർവീസിലാ സർ. ഓർഡിനറിയാ. ഈ സിനിമ കണ്ടോ? കണ്ടു സർ, ഈ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം 10 ലക്ഷത്തിന്റെ ഉത്തരം ശരിയാണ്. അപ്പോ നേരിട്ട് 1 കോടിയിലേക്ക് കളിച്ചതിന്റെ ഗുണം ആദ്യമായിട്ട് താങ്കൾക്ക് ഈ ഷോയിൽ 10 ലക്ഷം രൂപ കിട്ടുന്നു. 10 lakhs. 10 ലക്ഷത്തില് എത്ര പൂജ്യമുണ്ട്? 6 പൂജ്യം ഉണ്ടോ? ഉറപ്പാ അല്ലേ? 6 പൂജ്യമുണ്ട്. അപ്പൊ ഈ 10 ലക്ഷം രൂപ ഇപ്പൊ കൈ കിട്ടി. അപ്പൊ പിന്മാറിയാൽ കവിതയ്ക്ക് പകുതി കിട്ടും, 50% കിട്ടും. 5 ലക്ഷം ഉണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് പൈസ, ലക്ഷാധിപതിയായി. ഇനിയിപ്പോ 9 ചോദ്യങ്ങളേ ഉള്ളൂ 1 കോടിക്ക് എത്താൻ. അപ്പൊ ലക്ഷാധിപതിയായി എന്നുള്ള ഉറപ്പായി. അപ്പൊ ഈ പൈസ, ഈ ലക്ഷം കൊണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ പരിപാടിക്ക് വന്നപ്പോ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ വിവാഹം ചെയ്ത നാള് മുതല് എനിക്ക് 7 പ്രസവം എന്ന് പറഞ്ഞാല് 7 തവണ ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അതില് 6 കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അതിലെനിക്ക് 5ാമത് കിട്ടിയ ഒരു മകളാണ് എന്റെ കീർത്തന എന്ന് പറയുന്നത്. ഈ മകള് 6ാം മാസത്തിൽ ജനിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെയും കുഞ്ഞിന് ഗ്രോത്ത് പ്രോബ്ലം ഉണ്ട്. കുഞ്ഞിന്റെ വളർച്ച വളരെ കുറവാണ്. ജനിച്ചപ്പോൾ 1 കിലോയേ ഉള്ളായിരുന്നു. 1 കിലോ ഉള്ള കുട്ടി പിന്നീട് 950 ഗ്രാമായിട്ട് കുറഞ്ഞു. പിന്നീട് അതൊരു 1.5 കിലോ ആയതിനു ശേഷമാണ് ഞങ്ങളുടെ കയ്യിൽ ശരിക്കും കുഞ്ഞിനെ കിട്ടുന്നതും. അതിനുശേഷം ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളായിട്ട് ഞാനിങ്ങനെ കൊണ്ടുവരിക. അന്ന് മുതൽ എൻ്റെ ഈ 7 പ്രഗ്നൻസിയിലും പ്രസവത്തിലും എല്ലാം എന്നെ വേണ്ട വിധത്തിൽ കരുതലോടെ കൊണ്ടു നടന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട ഭർത്താവുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ മുക്കാലെന്നല്ല സാർ, മുഴുവൻ ഭാഗം. അദ്ദേഹം ഇപ്പൊ ജോലി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഗഡിച്ചറോളിയില് ആന്റി നക്സൽ ബഹുമാനായ ഭർത്താവിനൊരു സല്യൂട്ട് സാർ. ആന്റി നക്സൽ സ്ക്വാഡിലാണ്. അതെ, അതാണല്ലേ? അതെ, AC ആയിട്ട് വർക്ക് ചെയ്യാണ്. സത്യത്തിൽ പറഞ്ഞാൽ ആദ്യം ഈ ഒരു പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയാതിരുന്നെന്ന് വെച്ചാല്, എന്തെങ്കിലും എനിക്ക് എന്റെ കുട്ടനെ ഒന്ന് സഹായിക്കണം. അതാണ്, ഹസ്ബൻഡിനെ ഒരിക്കലെങ്കിലും സഹായിക്കണം. അപ്പൊ ഇത്രയും കാലം അദ്ദേഹം ബുദ്ധിമുട്ടി ജോലി ചെയ്ത് അല്ലേ, നാടിനെ മുഴുവൻ കാവൽ ഭടനായി നിന്നുകൊണ്ട് അദ്ദേഹം അത് തന്നെയല്ല സാർ. അതെ സാർ, അത് തന്നെയല്ല. ഒരു സർക്കാർ ജോലി കയ്യിലുണ്ടായിട്ടും നേരെ ചൊവ്വേ ശമ്പളം മേടിച്ച് കൈ കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു ഹതഭാഗ്യം കൂടാ. ഓക്കെ. അല്ല, എനിക്ക് തോന്നുന്നത് താങ്കളുടെ കാര്യത്തിൽ KSRTC MD ഇടപെടും. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്ത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സഹൃദയനാണ്, അറിയാവുന്ന ആളൊക്കെ തന്നെയാണ്. അതായത് അറിയാമോ? എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല സാർ. ആരാണ് KSRTC MD? ബിജു പ്രഭാകർ സാറാണ്. അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്താണ്. തീർച്ചയായിട്ടും താങ്കളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പരിഗണന ഉണ്ടാകും. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 20 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. KSRTCയുടെ അഭിമാനം സംരക്ഷിച്ചു. 10 ലക്ഷം. ആദ്യ ചോദ്യത്തിൽ 10 ലക്ഷം കിട്ടി. അപ്പൊ നമുക്ക് എന്തായാലും ഹാർട്ട് ബീറ്റ് ഒന്നുകൂടെ നോക്കിയേക്കാം. ഇപ്പൊ 10 ലക്ഷം രൂപ കിട്ടിയ സ്ഥിതിക്ക് അല്ലേ, ഒന്നുകൂടെ നോക്കിക്കോ ഹാർട്ട് ബീറ്റ്. വളരെ റിലാക്സ്ഡ് ആട്ടോ. എനിക്ക് വളരെ സന്തോഷം. സാധാരണ ഇത്രയൊക്കെ പൊങ്ങി ഇവിടെ വന്ന് ചോദ്യമൊക്കെ ഞാൻ രണ്ടാമത്തെ ചോദ്യം മിക്കവാറും എല്ലാവരും സെഞ്ചുറി അടിച്ചു, 100 പുറത്തു പോയി. ഇപ്പൊ താങ്കളുള്ള 90 വെയിലത്ത് പാടില്ലല്ലേ. മാത്രമല്ല എനിക്കൊന്ന് ഈ പ്ലാറ്റ്ഫോം ഒക്കെ പൊങ്ങുന്ന സമയത്തൊക്കെ താങ്കൾ പയറ് പോലെ നിന്ന് ചില ആൾക്കാർ പറഞ്ഞു. കാരണം എന്താ അറിയോ, KSRTC കുടുങ്ങി പോയി എത്ര കൊല്ലത്തെ പരിചയം അല്ലേ. ഇപ്പൊ റോഡൊക്കെ സ്മൂത്താ, പണ്ടത്തെ കുഴിയിലൊക്കെ ചാടി അല്ലേ. അപ്പോ ചോദ്യത്തിലേക്ക് കിടക്കാം. മോണിറ്റർ
അപ്പോ മോട്ടർ ശ്രദ്ധിച്ചോളൂ. ഞാൻ ആദ്യത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 20 ലക്ഷം രൂപ, അതായത് 10 ചോദ്യങ്ങളേ ഉള്ളൂ. 10 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം താങ്കൾ വിജയിച്ചു. അതെ സർ. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? 5 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ പത്മശ്രീ, ഓപ്ഷൻ ബി പത്മഭൂഷൺ, ഓപ്ഷൻ സി പരംവീര ചക്ര, ഓപ്ഷൻ ഡി ഭാരതരത്ന, ഓപ്ഷൻ ഇ പത്മവിഭൂഷൺ. പത്മശ്രീ ആണോ, പത്മഭൂഷൺ ആണോ, പരംവീര ചക്രയാണോ, ഭാരതരത്നയാണോ, പത്മവിഭൂഷണാണോ? ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. സാറ് ഞാന് ഇതില് പത്മശ്രീ, പത്മഭൂഷൺ ഇതെല്ലാം വ്യക്തികൾക്ക് കൊടുക്കുന്ന ഓരോ സന്ദർഭത്തിലായിട്ട് ഓരോ മേഖലകളിൽ പ്രഗത്ഭരായവർക്ക് കൊടുക്കുന്ന ഓരോ ഇതാണ്. സൂക്ഷിച്ച് ആൻസർ പറയണം. 20 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. തെറ്റിയാൽ ഒന്നും കിട്ടില്ല. അങ്ങനെയുണ്ട്. പിന്മാറിയാൽ, ഏത് സമയത്ത് പിന്മാറിയാലും താങ്കൾക്ക് ആദ്യം ലഭിച്ച തുകയുടെ 50%, 5 ലക്ഷം രൂപ കിട്ടും. സർ, ഭാരതരത്ന സർ, ഞാൻ പറയുന്നു ഓപ്ഷൻ ഡി ഭാരതരത്ന. ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്. വീടും നാടും സംരക്ഷിക്കുന്ന പട്ടാളക്കാരന്റെ ഭാര്യ പറയുന്നു ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്ന. അറിഷ്വ ഉറപ്പായിട്ടും സർ. ഭാരതത്തിന്റെ രത്നങ്ങളല്ലേ എല്ലാം. ഭാരതരത്ന തന്നെയാണ് സർ. എനിക്ക് സാറിന്റെ ചിരിക്കുന്ന മുഖം മതി ഉത്തരത്തിന്. അപ്പോ കവിത പറഞ്ഞ ഉത്തരം, KSRTCയെ സാക്ഷിയാക്കി കവിത പറഞ്ഞ ഉത്തരം, ഇത്രകാലവും സർവീസ് നടത്തിയ എല്ലാ KSRTC ബസ്സുകളെയും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട്, അല്ലേ, ഓർമ്മയിൽ എടുത്തുകൊണ്ട് പറഞ്ഞ ഉത്തരം ഡി ആണ് പറഞ്ഞത്, ഭാരതരത്ന. താങ്കൾ പറഞ്ഞ 20 ലക്ഷത്തിന്റെ ഉത്തരം, താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ ഹാർട്ട് ബീറ്റ് കൂട്ടി 100-നപ്പുറം കൊണ്ടുപോയി സാർ. എന്താ ചെയ്യുക? താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 20 ലക്ഷം രൂപയുടെ 2 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. ഭാരതരത്നയാണ് ഏറ്റവും പരമോന്നതമായ സിവിലിയൻ ബഹുമതി. ഇത് സംരക്ഷണം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹസ്ബൻഡ് കാണില്ലേ? അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ടോ? ഇല്ല സർ, അവിടെ നക്സൽ ഏരിയ ആണ്. എന്നോട് പറഞ്ഞു 2 യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നക്സലുകളോടും പറ്റത്തില്ല. മറ്റേതാകുമ്പോ ഭാര്യയെ കുറിച്ച് നല്ല ധാരണയാണ്. അല്ല, അവിടുത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയാ സാർ. പക്ഷെ എന്നെ ശ്രീനഗറൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം, ഒരു പട്ടാളക്കാരന്റെ ഭാര്യ ആയതുകൊണ്ട് അവിടെയൊക്കെ വളരെ അഭിമാനത്തോടെ പറയാം സാർ. എനിക്ക് കവിതയ്ക്ക് പണം ഒരുപാട് ഉണ്ടാക്കാനുള്ള ആർത്തിയുണ്ടോ? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. പക്ഷെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പണം ഉള്ളവർക്ക് സ്ഥാനമുണ്ടോ? പണമുള്ളവർക്ക് സ്ഥാനം ഇല്ല സാർ. ഇല്ലല്ലേ? ഇല്ല. പണം കൊണ്ട് പ്രയോജനമില്ല. ഇല്ല സാർ. എന്താന്ന് വെച്ചാല് പണത്തെ ഒരു മാനദണ്ഡം, നമ്മുടെ സൗഹൃദങ്ങളില് പണം ഞാൻ ഒരിക്കലും അവരുടെ സൗഹൃദത്തില് പണത്തെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊരു സമയമുണ്ടോ കേൾക്കാൻ? പറഞ്ഞോളൂ. എന്റെ ഈ കഥകളൊക്കെ അതിന് എല്ലാ കഥകളും ഞാൻ കേൾക്കാനായിട്ട് തയ്യാറല്ലേ വന്നത്. സാർ, ഞാൻ SD കോളേജിലാണ് പഠിച്ചത്. അപ്പോ അവിടെ എനിക്ക് തോന്നുന്നു SD കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഒക്കെ ഒരു എല്ലാ മേഖലയിലും അങ്ങ് ചെല്ലി സാർ. അങ്ങ് എനിക്കൊരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. അതിപ്പം വേണ്ട, അത് പറയണ്ടല്ലേ. അപ്പൊ എന്നാലും അങ്ങനെ ആ ഒരു ഇരട്ടപ്പേരൊക്കെ ഉണ്ട്, എവിടെയും കാണും ഞാൻ. അവിടുന്ന് 95 ഞാൻ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞു. ഒരു 25 വർഷത്തിന് ശേഷം എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് എന്നെ ഫോൺ വിളിച്ച് അന്വേഷിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ്. അപ്പൊ എന്താണ്, അവര് ഓസ്ട്രേലിയയിലാണ്, ഫാമിലി അവിടാണ്, വളരെ വൻ സെറ്റപ്പാണ്, 2 കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അവര് വന്നു. അവര് സന്തോഷമായിട്ട്, ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ട ബീഫോ അങ്ങനെയുള്ള ഒന്നും കഴിച്ചില്ല. വീട്ടിലെ സാധാ ചോറും ഇതെല്ലാം. അപ്പൊ തന്നെ എന്റെ മനസ്സ് അറിഞ്ഞു, ഇവർ ഇത്രയും സിമ്പിൾ ആണല്ലോ നമ്മളെടുക്കെ വിചാരിച്ച് കഴിച്ചു. പോകാൻ നേരത്തെ ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നു, എന്റെ മകൾക്ക് ഇതൊക്കെ കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത്രയ്ക്ക് എന്നെ കരുതുന്നുണ്ടല്ലോ. 25 വർഷമായിട്ട് എന്നെ മറന്നു പോകാത്തൊരു സൗഹൃദം. അവര് തിരിച്ചു പോകാൻ നേരത്തെ ഞാൻ അവിടെ ചെന്നു. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, ഇനി എപ്പോൾ ഞാൻ നാട്ടിൽ വന്നാലും കവിതയെ കണ്ടിരിക്കും.
അപ്പൊ അന്ന് എന്റെ പേര് എന്റെ പാട്ടിലെ റിംഗ് ടോൺ ആയിട്ട് കിടന്ന ഒരു മാടപ്രാവേ എന്നുള്ള പാട്ട് അതെന്റെ പേരായിട്ട് അടിച്ചിട്ട് പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അവരുടെ വീടിന്റെ വാതിക്കൽ കൂടി ഇങ്ങനെ സ്കൂട്ടറിൽ വരുമ്പം ഇവര് ഒരു ഫിലിമിന് പോകാനായിട്ട് കാറിൽ ഫാമിലി ആയിട്ട് ഇറങ്ങുന്നു. അപ്പൊ എന്നെ കണ്ടോണ്ടേ പെട്ടെന്ന് ഞാൻ അവരെ കണ്ടോണ്ടേ അയ്യോ എപ്പോ വന്നു, ഇന്നലെയാണോ വന്നേന്ന് ചോദിച്ചു. അന്നേരം അവർ വളരെ സങ്കോചത്തോട് പറഞ്ഞല്ല, ഞങ്ങള് 2 മാസമായി വന്നിട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ എന്നെ വിളിക്കാഞ്ഞേ? അത് നിന്റെ നമ്പർ ഇല്ലായിരുന്നു, അതങ്ങ് ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് പറഞ്ഞു എന്നാ നമ്പർ പറഞ്ഞോളൂ കവിത എന്ന് പറഞ്ഞു. നമ്പർ അടിച്ചപ്പോ മാടപ്രാവ് എന്നുള്ള പേരാ ഫോണിലുണ്ട്. അവര് ഡിലീറ്റ് ആയി എന്ന് വെച്ച് കള്ളത്തരം പറഞ്ഞാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി സാർ, അവരന്ന് എന്തോ ഞാൻ വലിയ ലെവലിലാണെന്ന് വിചാരിച്ചായിരിക്കും എൻ്റെ വീട്ടിൽ, പക്ഷെ അവരുദ്ദേശിച്ച ഒരു ലെവലായിരുന്നില്ല എൻ്റെതെന്നുള്ളത് സത്യമായിരിക്കാം. അപ്പൊ എനിക്ക് മനസ്സിലായി സൗഹൃദങ്ങളില് കുറച്ചൊക്കെ നമ്മള് പണത്തൂക്കം, ഒരു പണത്തൂക്കം അവരെ വഴിക്ക് വിട്ടാലോ? അത്രേ ഉള്ളൂ. സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. 30 ലക്ഷത്തിന്റെ ചോദ്യമാണ്. ഇങ്കർ മോണിറ്റർ. മൈജി ഫ്ലവേഴ്സ് 1 കോടിയിൽ വരുമ്പോൾ വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഒരു കോടിയിൽ ഡയറക്റ്റ് കളിക്കും, അതിലെ ആദ്യത്തെ 20 ലക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, അതൊക്കെ ആലോചിച്ചിരുന്നോ? ഇല്ല സാർ, ഒരിക്കലും ആലോചിച്ചില്ല. ഇതിന്റെ ഞാൻ സാറിന് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ല. ഇതിനെന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്റെ അമ്മയാണ്. അമ്മയാണോ? അതെ. അമ്മ വളരെ സന്തോഷം, താങ്ക് യു. അപ്പോ നമുക്കിനി ചോദ്യത്തിലേക്ക് വരാം. ഓ സർ. കങ്കാരുക്കളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? 5 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി തായ്ലൻഡ്, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഇ ന്യൂസിലാൻഡ്. പഴയ ഓസ്ട്രേലിയ കഥയൊക്കെ മറക്കണേ. 5 ഓപ്ഷൻ ഉണ്ട്. കങ്കാരുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. പണ്ട് അമ്മ ഞങ്ങളെ കൊണ്ടു നടക്കുമ്പോ പറയുമായിരുന്നു കങ്കാരുക്കളെ കൊണ്ട് നടക്കും. അപ്പൊ അത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ തായ്ലൻഡ് ആണോ ഓസ്ട്രേലിയ ആണോ ന്യൂസിലാൻഡ് ആണോ? 30 ലക്ഷത്തിന്റെ ചോദ്യമാണ്. സൂക്ഷിച്ച് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ 30 ലക്ഷം കീശയിലിരിക്കും. പറയട്ടെ സർ. ഇമോഷണലായോ കങ്കാരു പറഞ്ഞപ്പോ? കങ്കാരു പറഞ്ഞപ്പോ ഇമോഷണലായി. കാരണം അതുപോലെ കൊണ്ടു നടന്നെയാണ് ഞങ്ങളെ. മനസ്സിലായി. എന്താ സാർ പറയണ്ടേ, നമ്മള് ഒരു തവണ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എനിക്ക് ശക്തി തരുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു എന്റെ അമ്മ. ഓരോ തവണയും പറയും. ഇപ്പൊ ഈ ഫ്ലവേഴ്സിന്റെ ഈ പ്രൊഫൈൽ അയക്കാൻ നേരത്തെ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്ന് അയച്ചു നോക്ക്, നിന്റെ ജീവിതത്തില് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും മോളെ, ഇത് നിന്റെ ഒരു നാഴികക്കല്ലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഇന്ന് വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഒരു ടി.വി. ഇതിലും വന്നിട്ടില്ല. അമ്മയുടെ ആ തീരുമാനം നന്നായി തോന്നില്ലേ ഇപ്പൊ? ഉറപ്പായിട്ടും അമ്മമാർ പറയുന്നത് എപ്പോഴും നല്ല കാര്യത്തിനായിരിക്കും. ഉറപ്പായിട്ടും. പക്ഷെ ഉത്തരം പറയണം. ഉത്തരം ഞാൻ ഉറപ്പായിട്ടും പറയുന്നു സർ. ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഉറപ്പാണ് സർ എനിക്ക്. എന്തുകൊണ്ടാ ഉറപ്പ്? ഓസ്ട്രേലിയ സുഹൃത്തുള്ളത് കൊണ്ടാണോ? അല്ല സർ, ഞാൻ കൊച്ചിലെ പോലെ നമ്മൾ പഠിക്കുന്നുണ്ട്, കങ്കാരുക്കളുടെ നാട് പഠിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കാണുന്നുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഇപ്പൊ ഈ ഒളിമ്പിക്സിലും ഉണ്ടല്ലോ ഓസ്ട്രേലിയയുടെ ഒരു ഉത്തരം. ശരിയാണ് സർ, എനിക്ക് ഉറപ്പുണ്ട് ഇത് ഉത്തരം ശരിയാണ്. ഷുവറാണ് സർ. 30 ലക്ഷത്തിന്റെ ചോദ്യമാണ്. ഉറപ്പാണ് സർ. എന്റെ മുഖത്ത് ഈ ചിരി വിളരുന്നതൊക്കെ ഒരു കള്ളച്ചിരിയാണ്. അതെനിക്കറിയാം. ഞാൻ ചിരിക്കുന്നതൊക്കെ വെറുതെ ചിരിക്കും. പക്ഷെ ഇതെനിക്ക് വിശ്വസിക്കാം സർ. വിശ്വസിക്കാം. ഓസ്ട്രേലിയ ആണോ? അതെ സർ, ഓസ്ട്രേലിയ ആണ്. ഉറപ്പാണോ? ഉറപ്പാണ് സർ. ഉറപ്പാണ്. ഐ ആം ഷുവർ. ഓസ്ട്രേലിയ പൂട്ടോ? പൂട്ടിക്കോ സർ. പൂട്ടിയ ഒരു പൈസ ഇല്ലാതെ മടങ്ങി പോണ്ടി വരും. സാർ എന്നെ പേടിപ്പിക്കുമെന്ന് വേണ്ട സാർ, ഇത് ഓസ്ട്രേലിയ തന്നെയാണ്. ഇനി ഹാർട്ട് ബീറ്റ് നോക്കരുത്. വിശ്വാസിയാണോ? വിശ്വാസമുണ്ട്. പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിക്കുക സർ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. 30 ലക്ഷം രൂപയുടെ ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അമ്മ എന്ന് പറയുമ്പോഴും ഒന്നും ഇത് വിചാരിച്ചില്ല. ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് വരുമ്പോ ഇങ്ങനെ 1 കോടിയിലേക്ക് ഒരു യാത്ര ആദ്യം തന്നെ തുടങ്ങുമെന്നും വിശ്വസിച്ച് കാണില്ല. ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ഇപ്പൊ എന്താ കവിതയുടെ മനസ്സിൽ? സാറേ ഞാനത് പറഞ്ഞോട്ടെ, ഏതൊരു പട്ടിക്കും ഒരു ദിവസം വരും. അങ്ങനെയുള്ള കാര്യമാണോ പറഞ്ഞത്? അല്ല സാർ, ഒരിക്കലും ഇല്ല സാർ, അങ്ങനല്ല പറഞ്ഞത്. എനി ഡോഗ് ഹാസ് എ ഡേ. ഞാൻ ജീവിതത്തിൽ ആലോചിക്കാറുണ്ടത്. എന്റെ ദിവസം ഇനിയും വന്നിട്ടില്ല.
കവിത നന്നായി നാടൻ പാട്ട് പാടും. ആഹാ, കുട്ടേട്ടൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ കവിത നമുക്കൊരു രണ്ടുപേര് കേട്ടാലോ? സാർ ഓക്കെ, പാടാം. ആ പിന്നെന്താ. കൈതവരമ്പത്തും കറുകവരമ്പത്തേ കൈതപ്പൂവും ചൂടി നടക്കും പെണ്ണിവളേതാണോ? കൈതവരമ്പത്തും കറുകവരമ്പത്തേ കൈതപ്പൂവും ചൂടി നടക്കും പെണ്ണിവളേതാണോ? പൈങ്കിളി പാടുമ്പോൾ പാടമുണരുന്നു, കതിരല ഇളകുന്നു, മനസ്സിൽ കുളിർമഴ പെയ്യുന്നു. പൈങ്കിളി പാടുമ്പോൾ പാടമുണരുന്നു, കതിരല ഇളകുന്നു, മനസ്സിൽ കുളിർമഴ പെയ്യുന്നു. തിന്താരം പാട്ടും പാടി നടന്നകലുന്നവളെ, നിൻ കണ്ണാടി കവിളിൽ തൊട്ടത് കണ്ടതു നേരാണോ? തിന്താരം പാട്ടും പാടി നടന്നകലുന്നവളെ, നിൻ കണ്ണാടി കവിളിൽ തൊട്ടത് കണ്ടതു നേരാണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ പാട്ട് കേട്ടിട്ടാണോ കവിതയെ കുറെ സായിപ്പന്മാര് പിടിച്ച് വിദേശം കൊണ്ടുവന്ന് തുടങ്ങിയത്? അയ്യോ, അതൊരു ഭയങ്കര കഥയാണ് സാറ്. ഞങ്ങളുടെ വീടിന്റെ എന്ന് പറയുന്നത് നാഷണൽ വാട്ടർ ഹൈവേ ഇല്ലേ സാറ്, ഈസ്റ്റ് കോസ്റ്റ് കനാല്, അതെ, അത് വീടിന്റെ തൊട്ട് പറ്റിയാ പോകുന്നേ. അപ്പൊ ഞങ്ങളുടെ 2-3 തെങ്ങി ആറ്റിലോട്ട് ഇറങ്ങി നിൽക്കുക. അതേ കൊണ്ടുവന്ന് ഹൗസ് ബോട്ട് കെട്ടിയിട്ട് വീടിന്റെ കുറച്ച് ഭാഗം പുല്ല് ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. ഞങ്ങളുടെതല്ല, ഇറിഗേഷന്റെ സ്ഥലം. അവിടെ കൊണ്ടുവന്ന് ഇവര് ടെന്റ് കെട്ടും. സായിപ്പന്മാര് അവര് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരാ. അപ്പൊ നമ്മൾ അത്യാവശ്യം മുറി ഇംഗ്ലീഷ് ഒക്കെ ഇങ്ങനെ ഒരു പേന ചോദിക്കുന്ന ഇങ്ങനെ ദിസ് ഈസ് എ പെൻ അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയാം, അവർക്ക് മനസ്സിലാവുമല്ലോ പേന ചോദിക്കാൻ. നമ്മുടെ ഇംഗ്ലീഷ് ഇതാണ്. അപ്പൊ എന്റെ ഇളയത്തുങ്ങളുണ്ട്. അപ്പൊ ഞങ്ങള് ചെന്നിട്ട് ഇവരുമായിട്ട് പരിചയപ്പെടും. ഈ മീൻ വെട്ടുന്നതും കറി വെക്കുന്നതും, ഞങ്ങൾ കൊച്ചു വീടല്ലേ സാർ, അങ്ങനെ എല്ലാം പുറത്തിരുന്നാണ് ചെയ്യുന്നത്. എല്ലാം കണ്ടിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരത് പറഞ്ഞു, അവരുടെ ആ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് അവര് പറഞ്ഞു. അവര് എരിവൊന്നും കൂട്ടുന്നവരല്ലോ, പക്ഷെ എന്തോ അവർക്ക് ആ മുളകും ഇതെല്ലാം കൊണ്ടുള്ള കറി ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് ഇവരങ്ങ് പോയി. ആ പ്രാവശ്യം ക്രിസ്മസിന് ഞങ്ങൾക്ക് കുറെ സമ്മാനങ്ങൾ പോസ്റ്റ് ഓഫീസിൽ വന്നു ഞങ്ങളുടെ അഡ്രസ്സില്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് ഞങ്ങളോട് ഇഷ്ടമുണ്ടെന്ന്. പെട്ടെന്ന് എനിക്ക് ഒരു സി തോമസ് എന്ന് പറയുന്ന സാറുണ്ട്. സാറിന്റെ അടുത്ത് ചെന്നിട്ട് ഞാനൊരു ഇംഗ്ലീഷ് ലെറ്റർ എഴുതാൻ എന്നെ സഹായിക്കാൻ പറഞ്ഞു. സാർ എനിക്ക് ഇംഗ്ലീഷ് ലെറ്റർ എഴുതി തന്നു. ഞങ്ങളും വലിയൊരു ക്രിസ്മസ് കാർഡ് വാങ്ങിച്ചിട്ട് അവിടോട്ട് അയച്ചു കൊടുത്തു. അവർ ആ ക്രിസ്മസ് കാർഡ് വെച്ച് നിന്നോണ്ട് ഫോട്ടോ എടുത്ത് വീണ്ടും അയച്ചു. പിന്നെ അതിനകത്ത് പൊതുവെ പറയാൻ അറിയത്തില്ല, ഞങ്ങൾക്ക് ഡോളറുകൾ വെച്ച് അയച്ചു തന്നു വിട്ടു, പെൻസില്, പേന, ഞങ്ങൾക്ക് എന്താവശ്യമുണ്ട് അതെല്ലാം അവിടുന്ന് ഇങ്ങനെ പാക്കറ്റുകളായിട്ട് വരാൻ തുടങ്ങി. പക്ഷെ പിന്നീട് അത് പോസ്റ്റ് ഓഫീസില് അങ്ങനെ വരാൻ പാടില്ലല്ലോ സാർ. അങ്ങനെ പിന്നെ അതങ്ങ് സ്റ്റോപ്പായി. പിന്നീട് അങ്ങനെ ഒരു ദിവസം അവർ അച്ഛനോട് പറഞ്ഞു, മകളെ ഞങ്ങൾക്ക് തരുവോ? അവർക്ക് കുട്ടികളില്ലായിരുന്നു. പക്ഷെ അച്ഛൻ അതിനോട് താല്പര്യം സമ്മതിച്ചായിരുന്നെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ ഇരുന്നേനെ അല്ലേ? കവിത, നമ്മളിനി 40 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ഫ്ലവേഴ്സ് ഒരു കുടിയില് ഇത്രയും ലെവലിൽ എത്തും എന്ന് വിചാരിച്ചോ? കാര്യം നമ്മളിപ്പോ മേൽക്കൂരയ്ക്ക് അടുത്തായി. ഒരിക്കലും ഇല്ല സാർ, ഒരിക്കലും ഇല്ല. കവിത കോൺഫിഡന്റ് ആണല്ലോ, ആത്മവിശ്വാസം ഉണ്ടല്ലോ? ആത്മവിശ്വാസമുണ്ട് സാർ. ഇനി നമുക്ക് 7 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ 1 കോടിക്ക്. അപ്പൊ 40 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇംഗർ മോണിറ്റർ. ചോദ്യം ഇതാണ്: മാക്സ്വെൽ മോൺസ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ യൂറോപ്പ്, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി അന്റാർട്ടിക്ക, ഓപ്ഷൻ ഡി ശുക്രൻ, ഓപ്ഷൻ ഇ ചൊവ്വ. മാക്സ്വെൽ മോൺസ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. യൂറോപ്പാണോ, ആഫ്രിക്കയാണോ, അന്റാർട്ടിക്കയാണോ, ശുക്രനാണോ, അതോ ഇനി ചൊവ്വയാണോ? തെറ്റിയാൽ ഒന്നും കിട്ടില്ല എന്നുള്ളത് മറന്നു പോകരുത്. ഉത്തരം ശരിയാണെങ്കിൽ 40 ലക്ഷം കടക്കും. പിൻവാങ്ങിയാണെങ്കിൽ ആദ്യം കിട്ടിയതിന്റെ 50% കിട്ടും, 5 ലക്ഷം കിട്ടും. തെറ്റിയാൽ ഒരു പൈസയും കിട്ടാതെ തൃക്കുന്നപ്പുഴ വഴി കുറത്തിയാടിലേക്ക് പോകും അല്ലേ? സാർ, നമുക്ക്
ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണാത്തൊരു സംഖ്യയാണ് പറഞ്ഞിരിക്കുന്ന 30 ലക്ഷം. 30 ലക്ഷം അല്ലേ? ആണ്, ഞാൻ സ്വപ്നം കാണാത്തൊരു തുകയാണ്. ആ. അപ്പൊ അത് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇപ്പൊ പിന്മാറുകയാണെങ്കിൽ, ഇപ്പൊ ഈ പാതി വഴിയിൽ പിന്മാറുകയാണെങ്കിൽ കവിതയ്ക്ക് 5 ലക്ഷമേ കിട്ടും. പാതി വഴിയിൽ പിന്മാറിയ. അതെ, ഉത്തരം തെറ്റിയാൽ ഒന്നും കിട്ടില്ല. അതാണ് ഈ കളിയുടെ നിയമം. കവിതയ്ക്ക് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ സുപരിചിതമാണോ? അല്ല സർ. അപ്പൊ പിന്നെ ഊഹക്കച്ചവടമേ പറ്റൂ. അത്രേ ഉള്ളൂ. അല്ലേ? കറക്കി കുത്ത്. അതെ, സാക്ഷാൽ കറക്കി കുത്ത്. അത്രേ ഉള്ളൂ. കറക്കി കുത്തിയാൽ ചിലപ്പോ തെറ്റിയാൽ എനിക്ക് ഒന്നുമില്ലാതെ പോണ്ടി വരും. ഇവിടെ എനിക്ക് സാറിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. കാര്യം നിയമമാണ്. അതെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ സാക്ഷിയാക്കിയല്ലേ നമ്മൾ കളിക്കുന്നത്. അതെ സർ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്മാറാന്ന് വിചാരിക്കുകയാണ് സർ. ഈ 5 ലക്ഷം കൊണ്ട് കവിതയ്ക്ക് എന്താ ഗുണം ഉണ്ടാവുക? സർ, ഇവള് ഡെയിലി ഇഞ്ചക്ഷൻ 600 രൂപയോളം വില വരുന്നൊരു ഡെയിലി ജീനോട്രോപ്പിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുത്തോണ്ട് എല്ലാ ദിവസവും വേണ്ട ആളാണോ? എല്ലാ ദിവസവും എനിക്ക്. അപ്പൊ വലിയൊരു തുക ഒരു മാസം വേണമല്ലോ? ഉണ്ട് സാർ, വലിയൊരു തുക വേണം. ഒരു 5 ml മരുന്നാണ് ഒരു പേനയ്ക്കകത്ത്. എനിക്ക് തോന്നുന്നു കവിതയുടെ ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവരൊക്കെ എനിക്കിപ്പോ എന്റെ മനസ്സ് പറയാണ്, കവിതയെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ വരും. ഒരുപക്ഷെ ഇത് കവിതയുടെ ജീവിതത്തിലെ ഒരു കവിത പറഞ്ഞില്ലേ വഴിത്തിരിവാണെന്ന്, ചിലപ്പോൾ ഒരു വഴിത്തിരിവായെന്ന് വരാം. ഒരുപാട് കാര്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകരുണ്ട്. ഇത്രയും വലിയൊരു ചാനലില് ആ ചാനൽ ഹെഡിനോടൊപ്പം നിന്ന്, അതാണ് സാർ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ. ശ്രീകണ്ഠൻ നായർ സാർ എന്ന് പറയുന്നത് ഏകദേശം ദൂരദർശൻ തുടങ്ങിയ കാലം മുതല് അങ്ങനെയൊന്നുമില്ല കവിത, നമ്മളെല്ലാം സാധാരണ മനുഷ്യരാ. എനിക്ക് അങ്ങനെ ഒരു അതീതമായ എന്റെ മുന്നില് സാറിന് വലിയൊരു പ്രതിഷ്ഠയാണുള്ളത്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയേണ്ടി വരും. കവിതയുടെ നല്ല മനസ്സിന് നന്ദി. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വളരെ ഉയരങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞാനൊരു സാധാരണ മനുഷ്യൻ. എനിക്ക് എന്റെ പ്രേക്ഷകരെ വിശ്വാസമാണ്. ഇപ്പൊ ഒരു 2-3 കോടി ആളുകൾ ഫ്ലവേഴ്സ് കാണുന്നവരുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്. അപ്പൊ അവരിതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കവിതയെ സഹായിക്കാൻ അവർ മുന്നോട്ട് വരും എന്ന് ഞാൻ അവർക്ക് വേണ്ടി പറയുക. തീർച്ചയായിട്ടും. അപ്പൊ കവിതയുടെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഞാൻ അത് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കവിതയ്ക്ക് നല്ലതേ വരൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കവിത ചോദ്യത്തിന് ഉത്തരം പറയാതെ പിൻവാങ്ങുകയാണ്. ഇനി ചുമ്മാ വെറുതെ വേണമെങ്കിൽ ഈ മാക്സ്വെൽ മോൺസ് പർവ്വതം എവിടെയാണെന്ന് പറഞ്ഞു. ആഫ്രിക്ക ഉത്തരം തെറ്റാണ്. കവിത ശുക്രനാണ് ശരി ഉത്തരം. അപ്പോ കവിത എടുത്ത തീരുമാനം ശരിയായിരുന്നു. അപ്പൊ ഈ ഉത്തരം തെറ്റിച്ചതിന് ഒരു പൈസയും ഇല്ലാതെ മടങ്ങി പോകേണ്ടി വന്നതിന് ഇപ്പൊ 5 ലക്ഷം രൂപ കേസിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് താഴോട്ട് പോയാലോ? പോകാം സാർ. താങ്ക് യു. ഇത് കവിതയ്ക്കുള്ള ചെക്ക. 5 ലക്ഷത്തിന്റെ ചെക്ക് ഞാൻ ഒപ്പിട്ട് തരാൻ പോവാണ്. അപ്പോൾ ഇത് കൂടാതെ ഫ്രഷ് ടു ഹോം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട്. അതും കൂടെ കവിതയ്ക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ സന്തോഷം. കവിതയെ പോലെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോ ഏതെങ്കിലും ഒരു KSRTC ബസ്സിൽ കണ്ടുമുട്ടേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ ഈ അടുത്ത സമയത്തൊന്നും ഞാൻ കുന്തപ്പഴി വഴി പോയിട്ടില്ല. അല്ല, ഞാൻ KSRTC ഒരു ആരാധകനാണ്. ഞാൻ ബസ്സിൽ സഞ്ചരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പോഴും. അപ്പൊ ഒരു വേദി വരാൻ പറ്റിയതിലും സാറിനെ കാണാനും ഈ ഫ്ലവേഴ്സ് ടിവിയുടെ ചാനലിൽ വരാൻ പറ്റിയതില് ദൈവത്തോടും എന്റെ മാതാപിതാക്കളോടും ഞങ്ങളാണ് നന്ദി പറയേണ്ടത്. കണ്ടുപിടി. അപ്പൊ ഫ്ലവേഴ്സ് ഒരു കൂടി തുറന്നും കാണണം. ഉറപ്പായിട്ടും അവസാനത്തെ എപ്പിസോഡും കണ്ടിട്ട് എനിക്കൊരു കഥ അയക്കണം. എങ്ങനെയുണ്ടായിരുന്നു? 2 ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ അമ്മ വളരെ സന്തോഷം. മോള് വളരെ മിടുക്കിയാണ്. കാര്യം സാധാരണ ആൾക്കാർക്ക് കേട്ടാ പേടിയാവുന്ന കാര്യമാണ് മകള് ചെയ്ത് 1 കോടിയിലേക്ക് ഡയറക്റ്റ് കയറി കളിക്കാന്ന് പറയുന്നത്. സാറിന് അങ്ങനെ ആളിൽ ചെയ്യാൻ മടിക്കും. അപ്പോ അമ്മ ബുദ്ധിമുട്ടിയതിനൊക്കെ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 3 പേർക്കും ഓക്കെ, താങ്ക് യു. അപ്പോ ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, അപ്പോ ഇതാണ് വഴി. നമ്മളിനിയും കാണും. ഓക്കെ, താങ്ക് യു. ഓരോ മനുഷ്യന്റെയും ജീവിതം എത്രമാത്രം ദുരിതം പിടിച്ചതാണ് എന്ന് നമ്മൾ അവരുടെ ജീവിതത്തിലേക്കോ കടന്നു ചെല്ലുമ്പോഴാണ് അറിയുന്നത്. കവിതയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ക്ലേശിക്കാൻ മാത്രം ജീവിച്ചതുപോലെ തോന്നും നമുക്ക്. പക്ഷെ നമുക്ക് ഈ വിജ്ഞാനത്തിന്റെ വേദിയിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് കഥകൾ ഇനിയും കേൾക്കേണ്ടി വരും.